നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം എന്ന് പറയുന്ന നക്ഷത്രമാണ്. ജ്യോതിഷത്തിലെ അല്ലെങ്കിൽ രാശിമണ്ഡലത്തിലെ 16ാമത്തെ നക്ഷത്രമാണ് വിശാഖം. ഇതിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം, ആദ്യത്തെ 3 പാദം കിടക്കുന്നത് തുലാം രാശിയിലും അവസാനത്തെ പാദം കിടക്കുന്നത് വൃശ്ചികം രാശിയിലുമാണ്. അതുകൊണ്ട് തന്നെ ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം ഇവർക്കുണ്ടാവും. ഭൗതികതയുടെ കാരകനായ ശുക്രൻ, അതുപോലെ തന്നെ അക്രമത്തിൻ്റെ കാരകനും യോദ്ധാവായിരിക്കുന്ന ചൊവ്വയുടെയും ഒരു സ്വഭാവം ഇതിനുണ്ട്. നക്ഷത്രാധിപൻ എന്ന് പറയുന്നത്, സ്റ്റാർ ലോർഡ് എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ്, ഗുരുവാണ് ഇതിൻ്റെ സ്റ്റാർ ലോർഡ്. ദേവതകൾ 2 അഭിപ്രായം കാണുന്നുണ്ട്. ഒന്ന് ഇന്ദ്രനും അഗ്നിയുമാണെന്നും അതുപോലെ തന്നെ ചില ഗ്രന്ഥങ്ങളിൽ ഇന്ദ്രാണിയാണ് ഇതിൻ്റെ ദേവതയെന്നും കാണുന്നുണ്ട്. വിശാഖം എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത് ശാഖകളായിട്ട് പിരിയുക എന്നുള്ളത്, അല്ലെങ്കിൽ ശാഖകളായിട്ട് പിരിയുന്നത് എന്ന്. അപ്പം അങ്ങനെ ശാഖകളായിട്ട് അനവധി ലിംസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിന് ലക്ഷ്യബോധം, ദൃഢനിശ്ചയം, ഊർജ്ജസ്വലത എന്നിവ ഉണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുറ്റമാണ്, വീടിൻ്റെ മുറ്റഭാഗമാണ്. ശരീരാവയവം എന്ന് പറയുന്നത് കൈകളും, വൃക്ഷം എന്ന് പറയുന്നത് വയ്യങ്കതയുമാണ്. ഒരു മുള്ളുള്ള ചെടിയാണ്, ഒരു ഔഷധ മരമാണത്. ഒരു മുള്ളൊക്കെയുള്ള വയ്യങ്കത എന്ന് പറയുന്ന ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഒരു വൃക്ഷമാണ്. ഇവരുടെ സ്വഭാവം പോലെ കുറച്ച് മുള്ളുള്ളതാണ് അതിന്. അപ്പോൾ ശരദിക്ക് എന്ന് പറയുന്ന തെക്കും, പൂജ്യവസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ നക്ഷത്ര പൂജയ്ക്കൊക്കെ പൂജ്യവസ്തുവായിട്ട് ഉപയോഗിക്കുന്ന അരിമാവാണ്. മൃഗം സിംഹമാണ്, പക്ഷി കാക്കയും, ഗണം അസുരഗണവും. മസ്കുലൈൻ ക്വാളിറ്റിയുള്ള പുരുഷയോനി നക്ഷത്രമാണ് ഇത്. ദിക്ചാരം എന്ന് പറയുന്ന ഉത്തരചാരിയും, സ്വരൂപം എന്ന് പറയുന്നത് തോരണാകാരവുമാണ്. തോരണം പോലെ ആണ് അതിൻ്റെ ഒരു സ്വരൂപം എന്ന് പറയുന്നത്. അധോമുഖമാണ്, മൃദുമൈത്രമായിട്ടാണ് പറയുന്നത്. എനിക്ക് പലപ്പോഴും ഇത് മൃദുമൈത്രമായിട്ട് തോന്നിയിട്ടില്ല, എങ്കിലും മൃദുമൈത്രമായിട്ടാണ് പറയുന്നത്. ശുഭാശുഭാദി നക്ഷത്ര സ്വഭാവത്തിൽ വളരെ സാധാരണമായിട്ടും നക്ഷത്രഭൂതം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായതുകൊണ്ടും നക്ഷത്ര സംഖ്യ എന്ന് പറയുന്നത് 4 ഈ നക്ഷത്രത്തിൻ്റെ വിഷഘടി ഭാഗം എന്ന് പറയുന്നത് 14 നാഴിക മുതൽ 18 നാഴിക വരെയും, ഉഷ്ണശിഖ എന്ന് പറയുന്നത് 1 നാഴിക മുതൽ 8 നാഴികയും, അമൃതഘടി എന്ന് പറയുന്നത് 38 നാഴിക മുതൽ 42 നാഴിക വരെയുമാണ്. തുലാം രാശി 20 ഡിഗ്രി മുതൽ വൃശ്ചിക രാശി 3 ഡിഗ്രി 20 മിനിറ്റ് വരെ വിസ്തരിച്ച് കിടക്കുന്ന ഈ നക്ഷത്രം അനവധി ശ്രദ്ധേയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള ഒരു നക്ഷത്രമാണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ് ചില കാര്യങ്ങളിൽ. അതിൽ എൻ്റെ കാര്യത്തിലൊരു ഭാഗ്യമുണ്ട് കേട്ടോ. ഈ എൻ്റെ വീഡിയോ സീരീസിൽ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട വീഡിയോ എന്ന് പറയുന്നത് വിശാഖത്തിനെയാണ്. ഇൻസ്റ്റയിൽ എനിക്ക് തോന്നുന്നു 3 മില്യണിന് പുറത്ത് അതിൻ്റെ വ്യൂസ് ഉണ്ട്. യൂട്യൂബിലും ഏകദേശം 7 ലക്ഷത്തിന് പുറത്ത് വീഡിയോ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട വീഡിയോ അതാണ്. അതിൻ്റെ ഒരു സക്സസ് ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം 27 നക്ഷത്രങ്ങൾ ഞാൻ അന്ന് ഉത്തരാഖണ്ഡിൽ വെച്ച് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തപ്പം ഞാൻ എല്ലാ നക്ഷത്രത്തിൻ്റെയും ഒരു 50 പേരുടെ വീതം ഹൊറോസ്കോപ്പ് എടുത്തിട്ട് എല്ലാ നക്ഷത്രത്തിൻ്റെയും ഒരേപോലെ ഒബ്സർവ് ചെയ്തിട്ടാണ് ചെയ്തത്. ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ അന്ന് ആ വീഡിയോ എടുത്ത സമയത്ത്, നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തിട്ടുമുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അത് മറ്റുള്ള എല്ലാ വീഡിയോകളും ഏതെങ്കിലുമൊക്കെ ഒരു നല്ല ലൊക്കേഷനിലായിരിക്കും. ഇത് എന്ന് പറയുന്നത് ഞാൻ ഒരു ഉത്തരാഖണ്ഡിൽ ഒരു സ്ഥലത്ത് മറ്റുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാതൊരു ശാരീരിക ബുദ്ധിമുട്ട് വരികയും തണുപ്പുണ്ടായിരുന്നു. ബുദ്ധിമുട്ട് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് നടന്നു വന്നപ്പം എൻ്റെ ഒരു ടാർഗറ്റ്, അന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വീഡിയോ ചെയ്യണം. അപ്പം വിശാഖം കൂടെ ഉള്ളു ഇനി ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ നടന്നു പോകുന്ന ഒരു കുന്നിൻ്റെ ചെരുവിലൂടെ ഉള്ളൊരു നടന്ന്
ഞാൻ താമസിക്കുന്ന സ്ഥലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു റോഡിൻ്റെ സൈഡിൽ അധികം വണ്ടിയൊന്നും വരത്തില്ല, ഇച്ചിരി ഉൾഗ്രാമമാണ്. ഉത്തരാഖണ്ഡിൽ തന്നെ ഒരു ഉൾഗ്രാമത്തിലാണത് ചെയ്തത്. അപ്പം അധികം വണ്ടികളൊന്നും വരുന്നത്. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഞാൻ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ ചെയ്യേണ്ട, പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാൻ, നല്ലൊരു ലൊക്കേഷനിൽ വെച്ച് ചെയ്യാം, ഇച്ചിരി സ്വസ്ഥമായിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ക്ഷീണത്തിൽ, നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത്, തണുത്തിട്ട് എന്നാലും വേണ്ടിയില്ല, ഇതങ്ങ് ചെയ്ത് തീർത്തിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ ഇത്രത്തോളം ആൾക്കാർ ആ വീഡിയോ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുമില്ല. അപ്പം എന്താണ് സക്സസിൻ്റെ ഫോർമുല എന്ന് ചോദിച്ചാൽ, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടും. അത് ഓരോ യോഗം പോലെയാണ്. അതുപോലെ ആയിരിക്കാം ഒരു പക്ഷേ വിശാഖ നക്ഷത്രക്കാരുടെ കാര്യം. അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിത വിജയങ്ങൾക്കുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് വിശാഖം. കാരണം ഭാഗ്യത്തിൻ്റെ കാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് വിശാഖം. അപ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. അത്യാവശ്യം ഒരുപാട് കമൻ്റ് ഉണ്ട്. അതിൻ്റെ താഴെ വരുന്ന കമൻസാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകതകൾ. അപ്പോൾ ആ കമൻസ് കണ്ട് ചിരിക്കാം. വിശാഖ നക്ഷത്രക്കാർ ഇത്രയും ക്രൂരന്മാരാണോ ആൾക്കാർ ചോദിക്കാറുണ്ട്. വിശാഖ നക്ഷത്രക്കാരുടെ അനുഭവം എനിക്ക് ഇത്രയും കൃത്യമായിട്ട് വന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വളരെ എവിഡൻ്റായിട്ട് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് കൊണ്ടായിരിക്കാം അതെന്തായാലും ഭംഗിയായി. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ വിട്ടുകളയാണ്. പിന്നെ എൻ്റെ ചില അനുഭവങ്ങൾ, വിശാഖ നക്ഷത്രക്കാരുടെ ചില അനുഭവങ്ങളും കൂടെ ഞാൻ പറയാം. കാരണം ഈ ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ കുറേ വിശാഖക്കാരുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അമ്മ വിശാഖമാണ്. എനിക്കൊരു പെങ്ങളേ ഉള്ളൂ. അപ്പോൾ പെങ്ങളുടെ ഹസ്ബൻഡ്, അതായത് എൻ്റെ അളിയൻ എന്ന് പറയുന്നത് വിശാഖമാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അതിൽ മൂത്ത ആൾ ആണാണ്. അപ്പം ആണായിട്ടുള്ളതും അയാളും വിശാഖമാണ്. അപ്പം ഇവർ എന്തിനാദ്യമല്ലേ എനിക്കത് ഇവരുടെ ജാതകം വെച്ചായാലും എനിക്കറിയാവുന്ന വളരെ അടുത്ത ഒരു സുഹൃത്ത്, ഇപ്പോൾ ശ്രീഭൈരവിയുടെ മുന്നോട്ടുള്ള യാത്രയിലും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വളരെ അടുത്ത ഒരു വിരലിലെണ്ണാവുന്ന ഒരു 10-15 പേരിൽ ഒരാൾ വിശാഖ നക്ഷത്രമാണ്. അപ്പം ഇവർ വളരെ ശുദ്ധരായ മനുഷ്യരാണ്. പക്ഷേ ഇവരെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്, ഇവരെ ഈഗോ ഹേർട്ട് ചെയ്തുകൊണ്ടൊരു കാര്യം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം ഇദ്ദേഹത്തെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗമായിട്ടുള്ള സിംഹം എന്നുള്ള പേരിട്ടാണ് വിളിക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം സിംഹമാണ്. അപ്പം സിംഹം ഇന്ന് വരുമോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംബോധന ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇവരുടെ ഒരു തർക്ക രീതി കാണുമ്പം കൂടുള്ളവർ വിശാഖം ഇങ്ങനെ ഈ പേരെടുത്ത് വിളിക്കും, വിശാഖം എന്ന് പേരെടുത്ത് വിളിക്കും. അപ്പം അത്രയും അനുഭവം എനിക്ക് ആ നക്ഷത്രക്കാരുടെ അടുത്തുനിന്ന് ഉള്ളത് കൊണ്ടായിരിക്കാം. നമുക്ക് ഒരുപാട് വിശാഖമൊന്നും വേണ്ട, ഒരൊറ്റ വിശാഖം ഉണ്ടെങ്കിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ ഒരൊറ്റ വിശാഖം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഇവരുടെ സ്വഭാവം മനസ്സിലാവും. പഴയൊരു സിനിമയുണ്ട് രജനീകാന്തിൻ്റെ, ഈ 1 തടവേ സൊന്ന 100 തടവേ സൊന്ന മാതിരി എന്ന് പറയുന്ന പോലെയാണ്. ഒരു വിശാഖം ഉണ്ടെങ്കിൽ 100 പേർക്ക് തുല്യമായിരിക്കും. അപ്പോൾ അത്രയും ഒരു 2 എക്സ്ട്രീം ലെവലിലുള്ള വിശാഖക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലർ വളരെ ശാന്തരായിട്ട് മൗനമായിട്ട് പോവുകയും, ചിലർ ആരെ അംഗീകരിക്കാതെയും നല്ല ഉടക്ക് സ്വഭാവവും വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെടുകയും ചെയ്യുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെയുള്ള വിശാഖക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 എക്സ്ട്രീമും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിശാഖം തിരിച്ചവരുടെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി ഗുണങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. വിശാഖ നക്ഷത്രവും നക്ഷത്രാധിപനായ വ്യാഴത്തിനും ബലമുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ള ലക്ഷ്യബോധമാണ്. ജീവിതത്തിലും വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധമുള്ളവരും അത് നേടിയെടുക്കാൻ വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുന്നവരും, അതേപോലെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ നക്ഷത്രമായതിനാൽ, അല്ലെങ്കിൽ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ 3 നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമായതിനാൽ സ്വാഭാവികമായിട്ടും ഉയർന്ന ചിന്തകളും
അതേപോലെ തന്നെ നല്ല കാഴ്ചപ്പാടുകളും ജ്ഞാനവും ഇവർക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്, 100%. അതുപോലെ തന്നെ ഊർജ്ജസ്വലതയാണ് രണ്ടാമത്തത്. ദേവന്മാരുടെ അധിപനായിരിക്കുന്ന ഇന്ദ്രൻ്റെ നക്ഷത്രം, അല്ലെങ്കിൽ അഗ്നിയുടെ നക്ഷത്രം, അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ ഭാര്യയായിരിക്കുന്ന ഇന്ദ്രാണിയുടെ നക്ഷത്രം. അപ്പം ഇതുമൂലം ദേവസദസ്സിലെ രാജാവാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ. കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ ടോപ്പ് ലെവലിലിരിക്കുന്ന ആൾ. അപ്പം എന്നാൽ സുഖഭോഗങ്ങളിൽ താല്പര്യമുണ്ടാവും. അപ്പം ദേവസദസ്സിൻ്റെ രാജാവായിരിക്കുന്ന ഇന്ദ്രൻ്റെ നക്ഷത്രം, അല്ലെങ്കിൽ ഇന്ദ്രാണിയുടെ നക്ഷത്രമാകുക എന്ന് പറയുമ്പം ഊർജ്ജസ്വലതയോടും ഉത്സാഹഭരിതരുമായിരിക്കും എന്നുള്ള ഇറങ്ങി തിരിച്ചാൽ ഇവർ അടിപൊളിയാണ്. നന്നായിട്ട് ഇറങ്ങി തിരിക്കാൻ ഇച്ചിരി പാടാണ്, ഇറങ്ങി തിരിച്ചാൽ അടിപൊളിയാണ്. നന്നായിട്ട് ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഏത് കാര്യത്തെയും അവർക്ക് ആ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉന്മേഷത്തോടുകൂടി കഷ്ടപ്പെട്ടാലും അത് സാധിച്ചെടുക്കും. അതിനൊരു പ്രത്യേക കഴിവുണ്ട്. വാക്ചാതുര്യവും ആകർഷകത്വവുമാണ് മറ്റുള്ളവരുടെ അടുത്ത്, അതായത് പ്രത്യേകിച്ച് മറ്റുള്ളവരുമായി നന്നായിട്ട് സംസാരിക്കാനും അവരെ തങ്ങളിലേക്ക് ആകർഷിക്കാനും ഒരു പ്രത്യേക കഴിവുണ്ട് ഇവർക്ക്. ഇവരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നും. ഭയങ്കര സിൻസിയറായിട്ടുള്ള ആൾക്കാരാട്ടോ വിശാഖക്കാരുടെ ഒരു പ്രത്യേകത. വ്യാഴത്തിനൊക്കെ ബലം കൂടിയിട്ടാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിക്കുന്നതെങ്കിൽ ഈ എടുത്തിയാട്ടവും ഇച്ചിരി ദേഷ്യവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വളരെ സിൻസിയറായിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ സഹിക്കാൻ ഇച്ചിരി പാടാന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത്. പുറത്തുള്ളവരല്ല, വീട്ടിലുള്ളവർ പറയുന്നത് സഹിക്കാൻ പാടാണ്. പക്ഷേ അത് ഇവർ പറയുന്നത് മനസ്സിലാക്കി ഇവരെ ഒരു താളത്തിന് ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല സ്നേഹമുള്ള ആൾക്കാരവർ. അതുകൊണ്ട് തന്നെ ഇവർ ഈ പുറമേ ഉള്ള ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം വീട്ടിലാണല്ലോ കാണുന്നത്. അപ്പോൾ ഈ പുറമേയുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്ന സമയത്ത് ഇവരുടെ ആ ഇടപഴകുന്ന രീതി കാണുമ്പം നാച്ചുറലി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇവരുടെ സംസാര രീതി കാണുമ്പം ഇവരുടെ ഒരു തലയെടുപ്പുണ്ടാവും. വിശാഖം സുബ്രഹ്മണ്യ സ്വാമിയുടെ നക്ഷത്രമാണെന്ന് പറയുന്ന ഒരു പക്ഷവുമുണ്ട്. അപ്പോൾ ആ ഒരു ഗൗരവം ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെയുള്ളവരെ. കാരണം എന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തി തരുന്നത്, അല്ലെങ്കിൽ കാര്യം പറഞ്ഞാൽ അത് ഇടപെട്ടേൽപ്പിച്ചാൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാനൊക്കെയുള്ളൊരു കഴിവെന്ന് പറയുന്നത്, ഒരു വിഷയം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചാൽ സൂപ്പർവൈസിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് അത് ഏൽപ്പിച്ചിട്ട് പോകാം. അവർ ചെയ്തോളൂ. അത് അവരുടെ കീഴിലുള്ളവർക്ക് നല്ല പ്രഷറായിരിക്കും, എന്നാൽ പോലും അവരത് കൃത്യമായിട്ട് നമ്മളെന്താണോ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് അവരത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യമുണ്ട്. ഇവർക്കൊരു പ്രത്യേക തോട്ട് പ്രോസസ്സാണ്. അതിനെ നമ്മൾ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാതെ ഒരു താളത്തിനും തഞ്ചത്തിനും അത് തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചെടുക്കാനുള്ളൊരു ഇത് വേണം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു, ഇവർ സച്ചിൻ ടെണ്ടുൽക്കർ ഫുട്ബോൾ കളിക്കാരനാണെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം. ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് പറഞ്ഞാൽ ഇടിയാവും. അപ്പോൾ ആ ഒരു തലം, ആ ഒരു രീതി ഇവർക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തഞ്ചത്തിനും താളത്തിനും ഇവരെ ഹാൻഡിൽ ചെയ്താൽ കൊണ്ടുപോയാൽ ഗംഭീരമായിട്ടുള്ള ഒരു നക്ഷത്രമാണിത്. അതുപോലെ തന്നെ ഇവരുടെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യമാണ്. ചിലയിടത്ത് ഇത് ധാർഷ്ട്യമായിട്ടും വരാറുണ്ട്, എന്നാൽ പോലും നിശ്ചയദാർഢ്യം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞാൽ ഇവരൊരു കാര്യം ഒന്ന് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചാൽ പിന്നെ എന്ത് വന്നാലും അത് നടത്തിയേ ഇവരടങ്ങത്തുള്ളൂ. ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് ആ ഒരു വ്യതിചലനം വരാൻ, അവരുടെ ആ സ്വപ്നത്തിൽ നിന്നുള്ള വ്യതിചലനം വരാൻ ഇവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. കഷ്ടപ്പെടാൻ ഉള്ളൊരു മനസ്സുണ്ടാവും ഇവർക്ക്, അത് ഉറപ്പാണ്. പക്ഷേ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം ഇവർക്കൊരു സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമോഷണലിയോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും. പിന്നെ പെട്ടെന്ന് ജോലി ചെയ്യാനും ഒക്കെ ഇവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. കുടുംബത്തോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കുന്നേ. ഫാമിലിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്. ചിലപ്പോൾ അവരോടൊക്കെ നന്നായിട്ട് ദേഷ്യമൊക്കെ കാണിക്കും, പക്ഷെ എന്നാൽ ഇവർക്ക് അവരോട് ഫാമിലിയോടൊരു ഭയങ്കര സ്നേഹമാണ്. ഫാമിലി ഉണ്ടെങ്കിൽ അതിനോടൊരു അറ്റാച്ച്മെൻറ്റും ഫാമിലി വാല്യൂസിനോടൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരും കൂടിയാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അല്ലെങ്കിൽ ലഗ്നം വിശാഖ നക്ഷത്രത്തിൽ വീഴുകയും വ്യാഴം ബലപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്ക്
സ്വാഭാവികമായിട്ടും അസാധ്യമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നേച്ചർ അവർക്കുണ്ടാവും. കുറേയൊക്കെ ലോയലായിരിക്കും, മൊത്തത്തിൽ എന്ന് പറയാൻ പറ്റില്ല, കുറേയൊക്കെ ഇവർ ലോയലായിരിക്കും ഫാമിലിയോട്. അത് ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്തു കൊടുക്കും. പുരുഷന്മാർ പ്രത്യേകിച്ചും അവർ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനും അത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും പറ്റും. ഈ പിടിവാശി സ്വഭാവമാണ് പലപ്പോഴും പ്രശ്നമാകുന്നത്. അടുത്തത് ഇവരുടെ ഒരു പ്രധാന ക്വാളിറ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സ്വതന്ത്ര ചിന്തയാണ്. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദം പോലുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്തയല്ല. സ്വന്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും അവരവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അവർക്ക് അവരവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാകും. അപ്പോൾ നമ്മളതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ബഹുമാനിക്കുന്നു, നിങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിനെ ബഹുമാനിച്ചേ മതിയാവും എന്നുള്ള അങ്ങനൊരു സ്വഭാവമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആശയങ്ങൾ ഇവർ കേൾക്കുന്നേ ഉള്ളൂ, അല്ലാതെ അത് സ്വീകരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവരെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് വിലയിരുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തി ഗുണമുണ്ടെങ്കിൽ ആ വ്യാഴത്തിന് ബലം വരുമ്പോൾ ആ സോൾ ക്വാളിറ്റി അത്ര ഉണ്ടെന്നുള്ളതാണല്ലോ നിരീക്ഷിക്കാൻ വേണ്ടിയും കൂടെ ഇത് പറയുന്നത്. അപ്പം സോൾ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് ഈ സ്വതന്ത്ര ചിന്ത, ഞാനിത് പറയും, നിങ്ങളുടെ അഭിപ്രായം അതോ ഇതോ ഒന്നും എനിക്കറിയണ്ട, ഇത് നിങ്ങളോട് അങ്ങ് അനുസരിച്ചാൽ മതി എന്നുള്ള ഒരു രീതി വരും. നാർസിസം, അടിച്ചേൽപ്പിക്കൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലേക്ക് ഇത് വഴിമാറും. അപ്പോഴാണ് ശരിക്കും ഇവർ ബുദ്ധിമുട്ടാവുന്നത്. പല ഡിവോഴ്സ് കേസുകളിലും നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് വിശാഖമാണെന്ന് അറിയുമ്പം ഞാൻ പൊതുവേ ചോദിക്കാറുണ്ട്, ഗുസ്തിയാണോ, നല്ല ഗുസ്തിയാണോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പാടോ. അപ്പോൾ ഈ പലപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പറയുന്നത് ഞാനിപ്പോഴാണ് ഒന്ന് ശ്വാസം എടുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ ഇപ്പം അവരൊക്കെ നല്ല മനുഷ്യരാണ്. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു സോൾ ക്വാളിറ്റി കൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് വിഷാദത്തെക്കുറിച്ചുള്ള നല്ല ഫലങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയും കുറച്ച് മോശ ഫലങ്ങളും കൂടെ നോക്കാം. ചില സാഹചര്യങ്ങളിൽ ചില മോശം രീതികളിലൂടെ ഇവർ പ്രകടിപ്പിക്കും. ഇവർക്കൊരു ഓൾറെഡി ഇവരൊരു കിങ്ങിനെ പോലെയാണ്, ഇവരുടെ ബോധമനസ്സിൽ ഇവരാണ് ഇവരുടെ രാജാവ്. അപ്പോൾ എപ്പോഴും ആ ഒരു ഞാനൊരു സംഭവമാണെന്നുള്ള ഒരു രീതിയിൽ ഇവർക്ക് സ്വയം ഒരു തോന്നലുണ്ടാകും. അതങ്ങനെ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തും. അതിനിടയിൽ ചുറ്റുപാടുകളിലുള്ള പലരുടെയും വിജയങ്ങൾ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതാണ് ഒന്നാമത്തെ കുഴപ്പം. അതൊന്ന് അസൂയയും മത്സരബുദ്ധിയുമാണ്. അമിതമായ മത്സരബുദ്ധി ശത്രുക്കളെ സൃഷ്ടിക്കുകയും മറ്റുള്ളവരുടെ വിജയങ്ങൾ അസൂയ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതങ്ങനെ ചെയ്യരുത്. അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ പഠിക്കണം. അതിൽ നിന്ന് മാറി സഞ്ചരിക്കണം എന്ന് പറയാൻ കാരണം തന്നെ, ഇതുപോലെയാണോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കെട്ടിപ്പൊക്കിയത്, അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ വേറൊരാളും കഷ്ടപ്പെട്ട് അതുപോലെ പൊങ്ങി വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ട് ഒരേ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നൊരു വളരുന്ന കാണുമ്പം ഒരു ഇത് തോന്നും. പക്ഷെ ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു മത്സരബുദ്ധി ആയിരിക്കും എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ അതൊരിക്കലും സമാധാനം തരത്തില്ല എന്നുള്ളതാണ്. അപ്പം മത്സരബുദ്ധി ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കോമ്പറ്റീഷൻ വേൾഡിൽ ജീവിക്കും മത്സരബുദ്ധി ഉണ്ടാവുന്നതിനേക്കാൾ ഉപരി മത്സരബുദ്ധിക്ക് അപ്പുറമായിട്ട് ലക്ഷ്യബോധം മനസ്സിലാക്കിയിട്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പം നാച്ചുറലി നിങ്ങൾക്കുള്ളത് വന്നോളും. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തെ കെട്ടിപ്പൊക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് നിൽക്കേണ്ടവർ നിൽക്കും, പോകേണ്ടവർ പോകും. അത് നമ്മുടെ കാര്യമല്ല. പക്ഷേ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നീതിയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ആ ലക്ഷ്യത്തെ, അതിനെ മനസ്സിലാക്കി അതിനു വേണ്ടി കൂടുതൽ പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക. അപ്പോൾ അസൂയ മത്സരബുദ്ധിയൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ജീവിതത്തിൽ സമാധാനത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ ഇവരുടെ മോശ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്ഷമയില്ലായ്മയും എടുത്തുചാട്ടവുമാണ്. പലപ്പോഴും ഭാഗ്യത്തിൻ്റെയും ദൈവാധീനത്തിൻ്റെയും ഇതുകൊണ്ടാണ് പലപ്പോഴും ഇവർ ജീവിതത്തിൽ പല കാര്യങ്ങളും രക്ഷപ്പെടുന്നത്. അമ്മാതിരി റിസ്ക് എടുത്ത് കളയും ചില സമയത്ത്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചിലപ്പോൾ കാണിക്കുന്ന ആവേശങ്ങൾ, ചിലപ്പോൾ കാണിക്കുന്ന ക്ഷമയില്ലായ്മ, ചിലപ്പോൾ കാണിക്കുന്ന എടുത്തുചാട്ടവും ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ ഉണ്ടാക്കിയേക്കാം. അത് തെറ്റായ തീരുമാനമെടുക്കാൻ കാരണമാവുകയും ചെയ്യും, ഉറപ്പാണത്. അതുപോലെ അമിതമായ ആത്മവിശ്വാസം, ഇവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ഇവരുടെ ഒരു മോശം ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇവർ തങ്ങളുടെ കഴിവിൽ അമിതമായിട്ടുള്ള ഈ വിശ്വാസം അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഓവറായാൽ കോൺഫിഡൻസ്
ആത്മവിശ്വാസം, ഈഗോയെ കംഫർട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അഹംബോധത്തെ കംഫർട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായി മാറിയാൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവും. മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും അറിവുകളും അനുഭവങ്ങളും ഒന്നും വാല്യൂ കൊടുക്കാത്തൊരു ലെവലിലേക്ക് എത്തും. എനിക്കറിയാം അതൊക്കെ, നിങ്ങളെ കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ എനിക്കറിയാം, എന്നെ ആരും കൂടുതൽ പഠിപ്പിക്കാനൊന്നും വേണ്ട, എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. പറ്റുമെങ്കിൽ നിങ്ങൾ കേട്ടോണം. ഈ ഒരു ടോണൽ സ്റ്റൈല് ഇവർക്കുണ്ടാവും. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പലപ്പോഴും ഈ അമാനുഷികതയോടെ, അല്ലെങ്കിൽ അമാനുഷിക രീതികളോടെ, അമാനുഷികമായിട്ടുള്ള വ്യക്തിത്വങ്ങളോടെ ഒരു 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 എമ്പതി ഉണ്ട്. അതായത് എനിക്ക് നമ്മൾ ഈ പണ്ടത്തെ ഈ മോഹൻലാൽ സിനിമ ഉണ്ടല്ലോ, ഈ മീശ പിരിക്കുന്ന മോഹൻലാൽ സിനിമയിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങളെ പോലെ ആയിത്തീരാനുള്ള ഒരു ടെൻഡൻസി ഇവർക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് പുരുഷന്മാർക്ക് പലപ്പോഴും. അതുപോലെ തന്നെ സംസാരത്തിൻ്റെ കാഠിന്യമാണ്. വ്യാഴം എന്ന് പറയുന്നത് അഹിംസയുടെ ഒരു ഗ്രഹമാണ്. അത് തിരിച്ചിട്ടാൽ സിംഹമാവും എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ നക്ഷത്ര മൃഗം സിംഹമായതുകൊണ്ട് തന്നെ ശാന്തനായിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ഇവരുടെ സംസാരത്തിലെ കാഠിന്യം, ഷോർട്ട് ടെമ്പറും, അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള വേർഡ്സും, ഷാർപ്പായിട്ടുള്ള കത്തി കുത്തി ഇറക്കുന്ന പോലെ മറ്റുള്ളവരിൽ വേദനയുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, പദപ്രയോഗങ്ങളൊക്കെ ഇവരുടെ ഒരു മോശം സ്വഭാവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് എനിക്ക് നിരീക്ഷിച്ചിട്ടുള്ള, ഇപ്പം എൻ്റെ മകനിലാണെങ്കിലും ഞാൻ പലരിലും, ഒരുപാട് എനിക്ക് അടുത്തറിയാവുന്ന പല വിശാഖക്കാരിലും നിരീക്ഷിച്ചിട്ടുള്ള ഒരു മോശം ക്വാളിറ്റി ഞാൻ പറയാം. അത് വിശാഖക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്ത് കിട്ടിയാലും ഒരു അസംതൃപ്തി എന്നുള്ളതാണ്. എത്രയൊക്കെ നേടിയാലും പൂർണ്ണമായൊരു സംതൃപ്തി ലഭിക്കാത്ത ഒരവസ്ഥ ഇവർക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ എപ്പോഴും പുതിയ ലക്ഷ്യങ്ങൾ തേടി ഇവർ അലഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ തനിക്ക് ചുറ്റുമുള്ളവരെ എല്ലാം തൻ്റെ ചിറകിനുള്ളിൽ ഒതുക്കാനും ഒക്കെ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു കംപ്ലീറ്റ് ഇവരുടെ ഒരു കയ്യിൽ, പിടി മൊത്തവും ഇവരുടെ കയ്യിൽ ഇരിക്കണം എന്നുള്ളത്, അതായത് കുടുംബത്തിൻ്റെ ആണെങ്കിലും ജോലി എല്ലാത്തിൻ്റെയും എൻ്റെ കയ്യിൽ ഇരിക്കണം, കൺട്രോൾ മൊത്തം എൻ്റെ കയ്യിലായിരിക്കണം എന്നുള്ളൊരു ചിന്ത വരും എന്നുള്ളതാണ്. അതിനേക്കാളിലും ഭീകരമാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ നേടിയിട്ടും ഈ അസംതൃപ്തി എന്ന് പറയുന്നൊരു കാര്യം. അത് തൃപ്തിയില്ലായ്മ, എന്തുണ്ടായിട്ട് എന്താ അല്ലേ ഒരു ശാന്തി വരുമ്പോഴാണ് ആ ഒരു തൃപ്തി വരുന്നത്. ഒരു തൃപ്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമാധാനം, ആ ഒരു കണ്ടൻമെൻറ്റാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം. അപ്പോൾ അത് ആ സ്വഭാവം മാറ്റിയെടുക്കാൻ വളരെ നേരത്തെ ശ്രമിച്ചാൽ ജീവിതം അത്രയും കൂടെ ഭംഗിയാവും, സൗന്ദര്യപൂർണമാവും, ആസ്വാദ്യകരമാവും. എല്ലാത്തിനും ഉപരി വീട്ടിലുള്ളവരുടെ പ്രാക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും. ഇത്രയൊക്കെയാണ് മോശ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് വിശാഖക്കാർ ജനിച്ചിട്ടുള്ളത്? കാർമിക് ലൂപ്പ് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അവരുടെ നിയോഗം എന്താണ്? എന്തുകൊണ്ട് വിശാഖ നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചു, അല്ലെങ്കിൽ വിശാഖ നക്ഷത്രം ലഗ്നമായ ഒരാൾ എങ്ങനെ ജനിച്ചു എന്നൊക്കെ നമുക്ക് നോക്കാം. വിശാഖ നക്ഷത്രത്തിൻ്റെ അനവധി ശിഖിരങ്ങളുണ്ടാവുന്നു. അതിൽ പ്രധാനമായ ലക്ഷ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു പേർപ്പസ് ഉണ്ടാവും എന്നുള്ള ലൈഫിൽ. ക്ഷമ, കാത്തിരിപ്പ്, ലക്ഷ്യം, ഇവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ലക്ഷ്യബോധത്തിൻ്റെ ഒരു കർമ്മം ഇവരിൽ നിക്ഷിപ്തമാണ്. പ്രകൃതി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രകൃതിയിൽ ഇവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് മുൻജന്മത്തിൽ പൂർത്തിയാക്കാതെ പോയ എന്തെങ്കിലും വലിയ ലക്ഷ്യമോ ആഗ്രഹമോ പൂർത്തീകരിക്കാനാണ് ഈ ജന്മം. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഇവർക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാവണം സമൂഹത്തിൽ, അല്ല ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ. എനിക്ക് ഇന്നതുപോലെ ജീവിക്കണം, ഇന്നതുപോലെ ആവണം, ഇന്നതുപോലെ ജീവിക്കണം എന്നൊക്കെയുള്ളൊരു ശക്തമായ തോന്നൽ വളരെ ചെറുപ്പത്തിലേ ഇവർക്കുണ്ടാവുന്നതാണ്, ഒരു ലക്ഷ്യബോധം. അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ ചെറുപ്പത്തിലേ അത് സ്വയം അനലൈസ് ചെയ്ത്, ഒബ്സർവ് ചെയ്ത്, അവെയർനെസ്സോട് കൂടിയിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ വിജയിച്ചിരിക്കും. കാരണം അതിനുള്ളൊരു ശക്തി
നിങ്ങൾക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു കർമ്മം എന്ന് പറയുന്നത് കാത്തിരിപ്പിൻ്റെ പരീക്ഷണമാണ്. കാത്തിരിപ്പ് കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതകാലത്തിൽ അവർ ലക്ഷ്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പം അവരാഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടാൻ അനവധി കാലം, ചിലപ്പോൾ ദീർഘകാലം കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇവരുടെ ദൃഢനിശ്ചയത്തെയും ക്ഷമയെയും പരീക്ഷിക്കുന്ന അനവധി സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ പെട്ടെന്ന് എടുത്തു വിട്ടിട്ട് ഇവർക്ക് അപ്പം അങ്ങ് ഇറിറ്റേറ്റഡാണ്, ഇത് നടക്കുന്നില്ലല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള വിജയം കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണമാണെന്നും വലിയ വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് അനുഭവങ്ങളൂടെ വേണം എന്നുള്ളത് കൊണ്ടും ഞാൻ ക്ഷമയോടെ ഇത് കാത്തിരുന്ന് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട്, ദിസ് ടു ഷാൽ പാസ്, ഇതും കടന്നു പോകും എന്ന് വിചാരിച്ച് അടുത്ത ഇത് വെക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും. അടുത്ത സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോവുക, അത്ര തന്നെ. അപ്പം കഠിനാധ്വാനത്തിലൂടെയും നിരന്തരമായ പരിശ്രമത്തിലൂടെയും ലഭിക്കുന്ന വിജയത്തിനായിട്ട് കാത്തിരിക്കാൻ പഠിക്കുക എന്നുള്ളത് കർമ്മപരമായിട്ടുള്ള ഒരു പാഠവും കൂടിയാണ്. അടുത്തത് ഫലങ്ങളിലുള്ള അസംതൃപ്തി. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു. അപ്പോൾ ഈ വിശാഖക്കാർ ഈ വീഡിയോ എങ്ങനെ ടോളറേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അവർ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇത് കേൾക്കുമ്പം, അല്ലെ അവരെ മനസ്സിലാക്കിയിട്ടുള്ള അവരുടെ കൂടെ താമസിക്കുന്നവർക്ക് കൂടുതൽ ഇഷ്ടമാവും. വിശാഖക്കാർ ഈ വീഡിയോ എങ്ങനെ ടോളറേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ കർമ്മബന്ധത്തിലെ ഒരു പ്രധാന ദോഷമായിട്ട് തോന്നിയിട്ടുള്ള അസംതൃപ്തിയാണ്. അപ്പോൾ ഒരെണ്ണം കിട്ടിയാലും അതിൽ തൃപ്തിയാവാതെ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരു കാര്യം നേടിയെടുക്കുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ത്രില്ല് പോകും, അത് കഴിഞ്ഞു അടുത്തയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒന്നിൽ നിന്ന് മാറി ഒന്നിലേക്കുള്ള യാത്രയുടെ പ്രയാണം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ആചാര്യൻ പറയുന്നത്, മുൻജന്മത്തിൽ അധികാരത്തോടും നേട്ടങ്ങളോടും കാണിച്ച അമിതമായിട്ടുള്ള ആർത്തിയുടെ ഫലമായിരിക്കാം ഈ ജന്മത്തിൽ അടങ്ങാത്ത ആഗ്രഹങ്ങൾ എന്ന് കരുതപ്പെടുന്നു. ചില ആചാര്യന്മാരത് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ആചാര്യന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കപ്പുറം വ്യാഴത്തിൻ്റെ നക്ഷത്രമല്ലേ, അപ്പം ആത്മീയമായിട്ടുള്ള ഒരു സംതൃപ്തി കണ്ടെത്താൻ, സ്പിരിച്വൽ, നോട്ട് റിലീജിയസ്, റിലീജിയൻ അല്ല, ഈ സ്പിരിച്വാലിറ്റി, ഉള്ളിലേക്ക് ആ ഒരു സത്യസന്ധത, അവനവൻ്റെ ഉള്ളിലേക്ക് നിന്നുമുള്ള ആ ഒരു സോളിനോടെ ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസുഖം, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇവരുടെ കർമ്മബന്ധങ്ങളെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇവർക്ക് ജീവിതത്തിൽ തൃപ്തിയും ആത്മസംതൃപ്തിയും ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ അലഞ്ഞിട്ട് ഉപാസനയിലേക്കൊക്കെ വന്ന് ഉപാസന ചെയ്ത് കുറേ കാലമായപ്പോൾ ആ തനിക്കുള്ളതിൽ, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, തൻ്റെ വിജയങ്ങളിൽ ഈശ്വരനോടും പ്രപഞ്ചത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട്, ജീവിതം ഒരു ചെറിയ കാലയളവിൽ മാത്രമുള്ളൊരു കാര്യമാണ് നമ്മുടെയൊക്കെ ലൈഫ്. അപ്പോൾ അതിനുള്ളിൽ കിട്ടിയ ആ ഒരു ഇതിനെ മനുഷ്യത്വപരമായി ഇടപെടുകയും എനിക്ക് കിട്ടിയതിനോടൊക്കെ നന്ദിയും ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു സ്നേഹവും ഒക്കെ ഇവർക്ക് വരികയും ചെയ്യും. സ്നേഹമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീയപരമായിട്ടുള്ള ഇവരുടെ ഒരു വളർച്ച ഇവരെ വല്ലാണ്ട് ചേഞ്ച് ചെയ്യുകയും നല്ല രീതിയിൽ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റിയെടുക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 2 തരം വിശാഖക്കാരുണ്ട്. ഒന്നും വളരെ ഡൈനാമിക്കായിട്ടുള്ള ഒരു നേച്ചറുള്ളവരും, ഒരെണ്ണം പുറത്തറിയത്തില്ല, വളരെ ശാന്തമായിട്ട് പോകുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ ഞാൻ കൂടുതലും എനിക്ക് കൂടുതൽ അനുഭവമുള്ളവർ വളരെ ഡൈനാമിക്കായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവർക്ക് 2 പേർക്കും ഉള്ള ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് തീരുമാനമെടുത്താൽ മാറില്ല. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, തീരുമാനമെടുത്താൽ ഇവർ മാറില്ല, അത് ഉറപ്പാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജ്യോതിഷ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ വിശാഖ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പം അടിച്ചു പറയാവുന്നൊരു കാര്യമാണ്, തീരുമാനമെടുത്താൽ ഇവർ മാറില്ല, ഉറപ്പാണ്. നല്ലതോ ചീത്തയോ എന്നുള്ളത് പിന്നീട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സോളിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ അസംതൃപ്തിയിൽ നിന്ന് മാറി ആത്മീയപരമായിട്ടുള്ളൊരു വളർച്ചയിലൂടെ ഇവർ മുന്നോട്ട് പോകുമ്പം അസാധ്യ ലക്ഷ്യബോധമുള്ളവരല്ലേ ഇവർ.
അപ്പോൾ ഈ അസാധ്യ ലക്ഷ്യബോധമുള്ള മനുഷ്യരായതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിനും ചുറ്റുപാടും ഉള്ള ആൾക്കാർക്കും ഒക്കെ ഗുണമായി വരികയും തൻ്റെ വ്യക്തിപരമായ നേട്ടം തനിക്ക് മാത്രമല്ലാതെ ചുറ്റുപാടുമുള്ളവർക്കൂടെ ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതും അസാധ്യ പവറല്ലേ. ഇവരൊരു കാര്യത്തിന് ഏറ്റെടുത്താൽ, ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ, ഇവർ നന്മയുള്ള മനുഷ്യരായാൽ, സോൾ ക്വാളിറ്റി ബേസ് ആണേ. അതായത് ഈ 6-8-12 വ്യാഴവും പോയി ശനി ലഗ്നത്തിൽ അല്ലെ ചൊവ്വ ലഗ്നത്തിൽ നിന്നിട്ട് ഉഗ്രഗ്രഹങ്ങൾക്കെല്ലാം ബലം കൂടി ബാക്കി ശുഭഗ്രഹങ്ങളെല്ലാം 6-12 പോയി ബലഹീനരായി പാപാദ്യസ്ഥിതി വന്ന് മൊത്തത്തിലെ അലുക്കുലുത്തായിട്ട് നിൽക്കുന്ന വിശാഖക്കാരുടെ കാര്യമില്ല. ശരിക്കും വ്യാഴത്തിനൊക്കെ ബലപ്പെട്ട് ദൈവാധീനമുള്ള സോൾ ക്വാളിറ്റി ഉള്ളൊരു വിശാഖക്കാരനാണെങ്കിൽ തൻ്റെ നന്മയ്ക്ക് വേണ്ടി താൻ ചെയ്യുന്ന നേട്ടങ്ങളെല്ലാം, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്കായിട്ടും ചേഞ്ചസ് ഉണ്ടാക്കാനുമായിട്ടുമൊക്കെ ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതും ഇവർ മാറ്റിയെടുക്കേണ്ടതാണ് എന്നുള്ളതും ഇവരുടെ കർമ്മപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും കൂടിയാണെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ക്ഷേത്രങ്ങളുടെയൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ മേലധികാരികളായിട്ടൊക്കെ ഇവർ വന്ന സമയത്ത് ഇവരുണ്ടാക്കിയ മാറ്റം അത്രയും ചത്ത് പണിയെടുത്താൽ ഇവരത് ചേഞ്ച് ചെയ്തെടുക്കുന്നത്. അതെത്ര പേർക്കാണത് ഉപകാരമാവുന്നത്. സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുമ്പം ഉള്ള ഇവരുടെ ഒരു രീതി ഇവരെ ആർക്കും ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ ഇവരുണ്ടാക്കുന്ന മാറ്റങ്ങൾ ശ്ലാഘനീയമാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. നമുക്കൊരു നന്നായി അവർ ചെയ്തത് നന്നായി, ബാക്കിയൊക്കെ കണ്ണടയ്ക്കാം, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവ രീതികൾ ഇവർക്കുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയമായ ഒരു വളർച്ചയും കൂടെ ഉണ്ടായാൽ നിങ്ങളുടെ വിജയങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കൊരു സ്നേഹവും കാരുണ്യവും നിങ്ങളോട് വരികയും ചെയ്യും. ആ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി. ഒരു ചെറിയ നേച്ചറിൽ ബോധപൂർവം ഒരു മാറ്റം വരുത്തിയാൽ മതി. ബിഹേവിയറിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതും ആണ്. ഇനി നമുക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാഖത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വിശാഖക്കാർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും നമുക്ക് ദോഷങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് പോകേണ്ടതെന്നും കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് വിശാഖക്കാരുടെ കാര്യം ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം ഏതൊക്കെ രോഗങ്ങളാണ് ഇവർക്ക് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നോക്കാം. കൈകളിലുണ്ടാവുന്ന അസുഖങ്ങൾ, വിരലുകളിലുണ്ടാവുന്ന അസുഖങ്ങൾ, കൈയുടെ ഇതിൽ ജോയിൻസിലൊക്കെ വരുന്ന അസുഖങ്ങൾ, കൈയൊക്കെ വെട്ടി മാറുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ശനി കുജൻ ഒക്കെ വിശാഖത്തിൽ നിന്നാൽ, 6-ാം ഭാവാധിപൻ വിശാഖത്തിൽ നിന്ന് 6-ാം ഭാവത്തിൻ്റെ സ്ഫുടം വിശാഖത്തിൽ വന്നാൽ ഒക്കെ ഇത് സംഭവിക്കാം. അതുപോലെ തന്നെ കൈകളിൽ വേദന, കൈകളിൽ നീരും, കൈവിരലുകൾക്കിടയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, വ്രണം, വിരലുകളിൽ അസ്ഥികളിൽ തടിപ്പ്, വേദന മുതലായവ. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വയറിന് വേദന, വയറിന് പ്രശ്നങ്ങൾ, ഉദരത്തിന് താഴെയുള്ള അവയവങ്ങൾക്ക് വേദന, തടസ്സം, മൂത്രാശയ രോഗങ്ങൾ, ജനനേന്ദ്രിയ രോഗങ്ങൾ, പോസ്ട്രേറ്റ് ഗ്രന്ഥികളിലെ അസ്വാസ്ഥ്യം, മൂത്രപിണ്ഡത്തിലെ പഴുപ്പ് മുതലായവ, പ്രമേഹം, തലച്ചോറിൽ ബാധിക്കുന്ന രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ഗർഭാശയത്തിലെ മുഴകൾ, യോനിമുഖ രോഗങ്ങൾ, മോഹാലസ്യം, മൂത്രാശയക്കല്ല്, ആർത്തവ രോഗങ്ങൾ, മൂഡ് സ്വിങ്സ്, ദേഷ്യം, അതായത് ടെമ്പർ കൊണ്ടുണ്ടാവുന്ന ചില ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ചില സൈക്യാട്രിക് ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് ദേഷ്യം വരുമല്ലോ, ഭയങ്കരമായിട്ട് ദേഷ്യം, കോപം, ഓവറായിട്ടുള്ള കോപം കൊണ്ടുണ്ടാകുന്ന ദേഷ്യങ്ങൾ, അതെല്ലാം അതിനെ അടക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് അടിച്ചു പൊട്ടിക്കുക ഒക്കെ വരുന്നത്. ഈ BP, ബ്ലഡ് പ്രഷർ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാണ് ഇവർക്ക് വരാൻ സാധ്യത ഉള്ളത്. അപ്പം നമുക്കിനിയിപ്പം ഏത് ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടതെന്നും കൂടി നോക്കാം. ഈ ഡെപ്റ്റൊക്കെ റിലീസ് ചെയ്യാൻ ഏത് ക്ഷേത്രമാണ് ഋഷിമാർ ഈ സിദ്ധാന്തം പറഞ്ഞു തന്നപ്പം അതെങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ളതോടെ കുറച്ച് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഓവർകം ചെയ്യാൻ വിശാഖം നക്ഷത്രത്തെ ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ഏതാണെന്ന് നോക്കാം. നോർത്ത് ഇന്ത്യയിൽ ഒന്ന് മുക്തേശ്വർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. മുക്തേശ്വർ ക്ഷേത്രം ഒന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ദേവഭൂമിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കാർത്തിക് സ്വാമി ക്ഷേത്രം. ഞാൻ പോയിട്ടുണ്ട് അവിടെ. അപ്പം കാർത്തിക് സ്വാമി ക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്.
പോകുന്ന യാത്രകളും ഇത് രസമാണെന്നറിയാം. കയറി പോകുന്നതും അതിൻ്റെ മുകൾ ഭാഗവും ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളുമൊക്കെ കാർത്തിക് സ്വാമി അതിമനോഹരമായൊരു ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ. അദ്ദേഹത്തിൻ്റെ എല്ലാണ് സമാധി, അതിൽ എല്ലിരിക്കുന്ന സ്ഥലം എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് കാണാം. നല്ല രസമാണ് അവിടുത്തെ. ഒരുപാട് ഞാൻ അവിടെ ചെന്ന സമയത്ത് മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഉടുത്തിങ്ങനെ പാട്ട് പാടുന്നതും ഈ നമ്മുടെ ഈ കുറേ ട്രൈബൽ ആചാരങ്ങൾ പോലെ അല്ലെങ്കിൽ ഒരു ദേശാചാരങ്ങൾ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയായി. വിശാഖക്കാരെ പോലെ തന്നെ കുറച്ച് കട്ടി പരിപാടികളാണ്. ശൂലം കുത്തുക, കാവടി എടുക്കുക, അഗ്നിക്കാവടി, കുറച്ച് ഉഷ്ണമുള്ള ഒരു വല്ലാത്ത വളരെ സിൻസിയറായിട്ടുള്ളൊരു ദേവനാണ് ഭഗവാൻ. അതുപോലെ തന്നെ ഒരു സൈന്യാധിപൻ്റെ എല്ലാ നേച്ചറുമുള്ളൊരു ദേവനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിപാടുകളും പരിഹാരങ്ങളും എന്നൊക്കെ പറയുന്നത് കുറച്ച് തീവ്രമാണ് എന്നുള്ളതാണ്. അതേ സെയിം എനർജി ഒരു ഡിറ്റർമിനേഷനെ അലൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്രീഡവും സ്പിരിച്വൽ ഫോക്കസും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു നക്ഷത്രമായതുകൊണ്ട് തന്നെ കാർത്തിക് സ്വാമി ക്ഷേത്രമാണ് ഉള്ളത്. ഇനി തമിഴ്നാട്ടിലെ ക്ഷേത്രം നോക്കാം നമുക്ക്. തിരുമലൈ ശ്രീ മുരുക ടെമ്പിൾ. തിരുമലൈ അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രം. അതുപോലെ തന്നെ വിശാഖ നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷവുമാണ്. ഈ 6 പടവീടെന്ന് പറയുന്നത് 6 ക്ഷേത്രങ്ങളുണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ. ഈ 6 ക്ഷേത്രങ്ങളിൽ പളനിയൊക്കെ അതിൽപ്പെടുന്നതാണ്. അപ്പോൾ ആ അതിമനോഹരമായിട്ടുള്ള ഈ 6 ക്ഷേത്രങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആണ് പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളത്തിൽ. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളത്തിൽ. ഇതൊക്കെയാണ് ഡക്റ്റ് റിലീസ് ചെയ്യാനുള്ള പ്ലേസസ് വിശാഖ നക്ഷത്രക്കാർക്ക്. അപ്പം ഇതൊരു അതിമനോഹരമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങൾ എനിക്ക് സമ്മാനിച്ച ഒരു നക്ഷത്രമാണ് വിശാഖം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ അടുപ്പമുള്ള വ്യക്തികളുടെ പലരുടെയും നക്ഷത്രമാണ്. സുഹൃത്തുക്കളുടെ ആണെങ്കിലും എൻ്റെ മകൻ്റെ ആണെങ്കിലും അളിയൻ്റെ ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പോൾ എന്നോട് മാനസികമായിട്ട് അടുപ്പമുള്ള ശ്രീഭൈരവിയുടെ ഒരു നെടുന്തൂണായിട്ടുള്ള പ്രവീൺ ചേട്ടനെ പോലുള്ള ആൾക്കാരുടെ, അങ്ങനെ ഒരുപാട് പേരുടെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന, ഒരുപാട് ഇഷ്ടമുള്ള, നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന, നമ്മളെ നന്നായി സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുള്ള, എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നക്ഷത്രമാണ്. അപ്പം വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും സുബ്രഹ്മണ്യ സ്വാമി തരട്ടെ. ഇതിനധിപനായിരിക്കുന്ന വ്യാഴം ബൃഹസ്പതിയും അനുഗ്രഹിക്കട്ടെ. ജ്ഞാനവും ആന്തരിക വളർച്ചയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രത്തിൻ്റെ വിശേഷമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.